ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി നോക്കാം കേട്ടോ. കുറേ ദിവസമായി നമുക്ക് റിക്വസ്റ്റ് വരുന്നൊരു സംഭവമാണ് ഉള്ളിക്കറി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പൊതുവേ വയ്ക്കുന്ന രീതിയിലെക്കാട്ടിലും ഈ ഒരു രീതിയിൽ ഉള്ളിക്കറി വെച്ച് നോക്കും, നല്ല ടേസ്റ്റാണേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് ഉള്ളിക്കറിക്ക് ആവശ്യമായിട്ടുള്ള സവോളയാണ് വേണ്ടത്. ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടെ വേണം. നമുക്ക് മീഡിയം സൈസ് തക്കാളി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ 2 കുഞ്ഞ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നല്ല സ്ലൈസ് ആയിട്ട് അരിയണം കേട്ടോ. അപ്പോൾ നമ്മൾ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കേട്ടോ. അപ്പോൾ എണ്ണ തിളച്ച് വരുമ്പോൾ നമ്മൾ കുറച്ച് കടുകിട്ട് അങ്ങ് പൊട്ടി വരും. അപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതും പിന്നെ കുറച്ച് സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ച മുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മൾ നേരത്തെ സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ച സവോള ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു ടൈമാണ് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കേണ്ടത്. നമ്മളിവിടെ സവോളയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ സവോളയെല്ലാം നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ നല്ലപോലെ അരിഞ്ഞു വെച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഒന്നും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്താണ് നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കേട്ടോ. ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം പച്ചമണം മാറുന്ന വരേക്കും നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ 1 സ്പൂണ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും മുളകിൻ്റെ ആ ഒരു എരി അനുസരിച്ച് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ഇടാം. തീ നല്ല സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഏകദേശം 1 മിനിറ്റ് ആവും കേട്ടോ ഒന്ന് കുക്കായിട്ട് വരാനായിട്ട്. അപ്പോഴിതാ നമ്മളാണെങ്കിൽ നല്ല ചൂടുള്ള ഇതിൽ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്തിരി കൂടെ ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇപ്പോഴും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കേട്ടോ. ഇപ്പോൾ നല്ല കുറുകി നമ്മളുടെ ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ ദോശയുടെ കൂടെ അടിപൊളിയാണ്. പെട്ടെന്ന് നമ്മൾ ധൃതിയിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഈ ഒരു കറി ഉണ്ടാക്കി നോക്കുക. സിമ്പിളായിട്ട് നമുക്ക് വയ്ക്കാനും എളുപ്പമാണ്. അതില്ലാതെ ടേസ്റ്റ് ഒരു രക്ഷയുമില്ല. എന്നിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, ഇനി എന്താണ് ടേസ്റ്റ് എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോഴിതാ നമ്മളാണെങ്കിൽ നല്ലൊരു ദോശ ഒക്കെ ചുട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മളാണെങ്കിൽ ഒരു ദോശ പിച്ച് അതിനകത്ത് ഉള്ളി മിക്സായിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മൾ കഴിച്ചു നോക്കി. അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.